പ്രേതത്തിൻ്റെ പ്രസൻസ് ആദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എനർജി ഞാൻ ആദ്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. എനിക്കറിയാവുന്ന 1-2 ആൾക്കാരുടെ അടുത്ത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, അതായത് പ്രേതത്തിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ളത്. അന്നേരം അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഭവമാണ്, നീ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് അധികം പോകണ്ട, കാരണം ഈ ഒരു കാടിൻ്റെ അപ്പുറത്ത് ഒരു പള്ളിയുടെ സെമിത്തേരി ഉണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു കാട്ടിൽ ഇതുപോലത്തെ പാരാനോർമൽ ആക്ടിവിറ്റികളൊക്കെ നടക്കുന്നതെന്നുള്ളത്. ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്. കാരണം ഇവിടെ എനിക്ക് അതുപോലത്തെ എനർജി പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇന്നാണ് അതിൻ്റെ പിന്നിലെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. പ്രേതത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുക്കുന്നതല്ലേ, പറ്റുവാണെങ്കിൽ ആ ഫോളോ ബട്ടൺ ഒന്ന് ഞെക്കിയേക്ക്. അത് എനിക്കൊരു ഉപകാരമാവും. സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ അത് അധികമായി കഴിഞ്ഞാൽ വിഷാദത്തിലോട്ട് പോകും. അതേ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സൈലൻസ് ആയിരിക്കും ഫീൽ ചെയ്യുക. ഒരു ഒറ്റപ്പെട്ട ഫീലായിരിക്കും നമുക്ക് എപ്പോഴും വരിക. അതുവഴി നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉള്ള ഫോബിയാസ്, അതേപോലെ തന്നെ ആൻസൈറ്റി പ്രോബ്ലംസ്, ഇതെല്ലാം ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുന്നതായിട്ട് അനുഭവിക്കാൻ പറ്റും. സെമിത്തേരിയിൽ പോകുമ്പോഴും നമുക്ക് അത് തന്നെയാണ് അനുഭവിക്കാൻ പറ്റുന്നത്. നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സൈലൻസ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇതേ പ്രോസസ്സിങ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ഇതൊന്നും പ്രേതത്തിൻ്റെ കളികളല്ല. ഒരു